വയനാട്ടിലേക്ക് തന്നെ പോവുകയാണ്. അവിടെ ജനവാസ മേഖലയിൽ കാട്ടാന ഇപ്പോഴും തമ്പടിച്ചിരിക്കുന്നു. മാനന്തവാടിക്കടുത്ത് പായോട് റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാനയാണ് ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത്. കർണാടക വനമേഖലയിൽ നിന്നെത്തിയ ആനയാണ് ഇത് എന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ആന ജനവാസ മേഖലകളിലേക്ക് ടൗണിലേക്ക് നടന്നു നീങ്ങിയിരിക്കുന്നു. മിനി സിവിൽ സ്റ്റേഷനിലൊക്കെയാണ് ആന കുറച്ചു നേരത്തെ വരെ നിലയുറപ്പിച്ചിരുന്നത്. അതിനുശേഷം ഒരു ക്ഷേത്രത്തിന്റെ പറമ്പിലേക്ക് വരെ ആന കയറി. ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുകയാണ് ഈ ആന. പ്രദേശത്ത് വൻ പോലീസ് സന്നാഹമാണ്. വനം വകുപ്പിന്റെ ടീമുണ്ട് അവിടെ. ആനയെ കാടുകയറ്റുന്നതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ പുരോഗമിക്കുന്നു. ഒപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലകൾക്കൊക്കെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു മുന്നൊരുക്കത്തിലേക്കൊക്കെ പോവുകയാണ് അധികൃതരെല്ലാം. സ്കൂളിലെത്തിയ കുഞ്ഞുങ്ങളെയൊക്കെ അവർ സേഫായിട്ട് നിർത്തിയിട്ടുണ്ട്. മറ്റ് കുട്ടികൾ ആരും സ്കൂളിലേക്ക് വരണ്ട എന്നൊരു നിർദ്ദേശം രക്ഷിതാക്കൾക്ക് നൽകിയിട്ടുണ്ട് അധികൃതരൊക്കെ. അങ്ങനെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെയാണ് വയനാട്ടിൽ മാനന്തവാടി ടൗണിൽ. ഈ കാട്ടാന എവിടെ നിന്ന് വന്നു എന്നുള്ളൊരു കാര്യത്തിൽ ഈ കർണാടകയിൽ നിന്നുള്ള ആനയാണ്, കർണാടക വനമേഖലയിൽ നിന്നുള്ള ആനയാണ് എന്നുള്ളതിൽ ഒരു പ്രാഥമിക നിഗമനത്തിലേക്കൊക്കെ അധികൃതർ എത്തിയിട്ടുണ്ടെങ്കിലും ഇതൊരു വനമേഖലയൊന്നും അല്ല. അടുത്ത ഒരു വനമുണ്ടെങ്കിൽ തന്നെ ഒരു വലിയൊരു വനമേഖല. ഇപ്പോൾ ടൗണിലാണ് ആന നിൽക്കുന്നത്. അപ്പോൾ ഇത് എവിടെ നിന്ന് വന്നു, ഇനി എങ്ങോട്ടാണ് ഈ ആനയെ കയറ്റിവിടുക എന്നുള്ള കാര്യത്തിലൊക്കെയാണ് ഇനിയൊരു തീരുമാനമാകേണ്ടത്. എന്താണെങ്കിലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ കാടുകയറ്റാനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഒപ്പം ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പോലീസ് സന്നാഹം, വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം മേഖലയിലുണ്ട്. എം കമൽ ചേർന്നു നമുക്കൊപ്പം. കമൽ, ഇപ്പോൾ ആന എവിടെയാണ്, എന്തായി? ആനയെ കാടുകയറ്റുന്ന നടപടികളൊക്കെ പ്രദേശത്ത് ആശങ്ക, പരിഭ്രാന്തിയൊക്കെ തുടരുകയാണ്. പ്രദേശം പൂർണ്ണമായും ആശങ്കയിൽ തന്നെയാണ്. കാരണം ആന ഈ പോലീസ് സ്റ്റേഷന് പിന്നിൽ അല്പം ജനവാസം കുറഞ്ഞ കുറച്ച് മരങ്ങളൊക്കെയുള്ള ഭാഗത്ത് എവിടെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഇപ്പോൾ ആനയുടെ തൊട്ട് പിന്നിലില്ല. കാരണം നേരത്തെ ടൗണിലായിരുന്നപ്പോഴാണ് അങ്ങനെ പിന്തുടർന്നത്. ഇപ്പോൾ നമ്മളെയൊക്കെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ആന പോലീസ് ക്വാർട്ടേഴ്സുകളുടെ മുന്നിലും പോലീസ് സ്റ്റേഷന്റെ ഇടയിലൂടെ ഒരു റോഡുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ റോഡിലൂടെ പോയിട്ടാണ് ആന ഉള്ളത്. അവിടെ കാവൽ നിൽക്കുന്നത് കാണാം. ഇവിടെ പോലീസും വനംവകുപ്പും ഒക്കെ നിലയുറപ്പിച്ചിട്ടുണ്ട്. വലിയ ആശങ്കയാണ് നേരത്തെ ഉണ്ടായത്. കാരണം നമ്മൾ ആദ്യം കാണിച്ചതുപോലെ ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസിന്റെ അടുത്ത് നിന്ന് കോടതിക്ക് മുന്നിലൂടെ, താലൂക്ക് ഓഫീസിന് മുന്നിലൂടെ വന്ന് ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തേക്ക് പോകാനാണ് ആന ശ്രമിച്ചത്. പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് ഒച്ചയുണ്ടാക്കി. അപ്പോൾ ആന തിരിഞ്ഞ് വീണ്ടും താലൂക്ക് ഓഫീസിനടുത്തുകൂടി മിനി സിവിൽ സ്റ്റേഷൻ മുറ്റത്തുകൂടി ഇറങ്ങിയാണ് ഈ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ കൃത്യം എവിടെയാണ് ഉള്ളതെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നില്ല. പക്ഷേ ഈ ഭാഗത്ത്, ഇപ്പോൾ ആ പോലീസ് വരുന്ന ഭാഗത്ത്, ആ റോഡിന് താഴെ അവിടെ കുറച്ച് ഒഴിഞ്ഞ പ്രദേശമുണ്ട്. ആൾക്കാരും കെട്ടിടങ്ങളൊന്നും ഇല്ലാത്ത അവിടെയാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ ആശങ്കകരമായ ഒരു സാഹചര്യം തന്നെയാണുള്ളത്. മാനന്തവാടി നഗരമാണ്. സമയം 8:30. ആളുകളൊക്കെ ടൗണിലേക്ക് എത്തുന്ന ഒരു സമയം. മാത്രമല്ല ഈ സ്കൂളുകൾക്ക് തൽക്കാലം സ്കൂളിൽ എത്തിയ കുട്ടികളെ സുരക്ഷിതരായി നിർത്താനും മറ്റു കുട്ടികളെ വഴിയിൽ നിന്ന് തിരിച്ചയക്കാനും ഒക്കെ തഹസിൽദാർ ഉൾപ്പെടെയുള്ള ആളുകൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്താണെങ്കിലും കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും. മാനന്തവാടി നഗരം എന്ന് പറയുന്ന ഒരു പഴയ ടൗണാണ്. അധികം വീതിയുള്ള റോഡുകളില്ല. തിങ്ങി കെട്ടിടങ്ങളാണ്. അതിനിടയ്ക്ക് ജനവാസ മേഖലകളുണ്ട്, ഓഫീസുകളുണ്ട്. മിനി സിവിൽ സ്റ്റേഷൻ, സബ് കളക്ടർ ഓഫീസ് തുടങ്ങിയവയൊക്കെ ജനവാസ മേഖലകളുണ്ട്, ഓഫീസുകളുണ്ട്. മിനി സിവിൽ സ്റ്റേഷൻ, സബ് കളക്ടർ ഓഫീസ് തുടങ്ങിയവയൊക്കെ ഉണ്ട്. നഗരസഭ ബസ് സ്റ്റാൻഡ് ഉണ്ട്. അതിനൊക്കെ അടുത്താണ് ഇപ്പോൾ ഈ ആന ഉള്ളത്. അവിടെ നിന്ന് ഇറങ്ങിയാൽ പുഴയുണ്ട്. പുഴയോരത്തു കൂടിയാണ് നേരത്തെ ആന എത്തിയത്. നമുക്ക് എടവക പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോടൊപ്പം ഉണ്ട്. അവിടെയാണ് ആദ്യം ആനയെ കണ്ടത്. രാവിലെ നിങ്ങൾക്ക് എപ്പോഴാണ് വിവരം ലഭിച്ചത്? രാവിലെ 5 മണിയോടുകൂടിയാണ് ആന കണ്ടതായി ജനങ്ങൾ അറിയിച്ചത്. 5 മണിക്ക് ശേഷം അവിടെ ഫോറസ്റ്റുകാരും എവിടെയാണ് ശരിക്കും ആനയെ ആദ്യം കണ്ട ലൊക്കേഷൻ എന്ന് പറയുന്നത്? ആദ്യം കാവണക്കുന്ന് എന്ന പ്രദേശത്താണ്. എടവ പഞ്ചായത്തിലെ മേച്ചേരിക്കുന്ന് എന്ന പ്രദേശം. അതായത് ഗവൺമെന്റ് കോളേജിന് സമീപമാണോ അത്? ഗവൺമെന്റ് കോളേജിന്റെ പുറകുവശത്തായിട്ട് വരും. അവിടെയാണ് ആദ്യമായിട്ട് ആനയെ കണ്ടത്. അതിനുശേഷം പോലീസും ഫോറസ്റ്റൊക്കെ എത്തി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു 7-8 മണിയോടുകൂടി അത് ടൗണിലെ പ്രദേശത്തേക്ക്, എടവ പഞ്ചായത്തിന്റെ പരിധി വിട്ട് ടൗണിന്റെ പ്രദേശത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ കോടതി പരിസരത്താണ് ആനയെ. എന്തായാലും ആശ്വാസം എന്നുള്ളതിലേക്ക് ചോദിക്കട്ടെ, ഒരു നാശനഷ്ടം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഇതുവരെ ഒരു അപകടമോ നാശനഷ്ടങ്ങളോ ഉണ്ടായതായിട്ട് അറിയില്ല. ആന ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ആന എന്തായാലും ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ്. ഇവിടെ ന്യൂമാൻസ് കോളേജ് ഉണ്ട്, ഒരു മാനന്തവാടി രൂപതയുടെ കീഴിലുള്ള പാരലൽ കോളേജാണ്. അവിടെ വിദ്യാർത്ഥികൾ എത്തിയോന്ന് നമുക്കറിയില്ല. അത് തൊട്ടടുത്താണ്. ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ ആന നീങ്ങിയിട്ടുള്ളത്. ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായും കർണാടക വനം വകുപ്പ് റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു ആനയാണ്. കേരള വനം വകുപ്പ് അടുത്ത കാലത്ത് വയനാട് മേഖലയിൽ ഒരു ആനയ്ക്ക് റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടില്ല. ഈ റേഡിയോ കോളറിന്റെ സിഗ്നൽ നമ്മുടെ വനം വകുപ്പിന് ലഭിച്ചിരുന്നു. പക്ഷേ അത് ഇടയ്ക്ക് വെച്ച് കട്ടായി. മാനന്തവാടിയിൽ നിന്ന് കുറച്ചകലെ തലപ്പുഴയിലൊക്കെ വെച്ച് ഇതിന്റെ സിഗ്നൽ വനം വകുപ്പിന് ലഭിച്ചിരുന്നു.
അറിയിച്ചിരുന്നു. പക്ഷേ ഈ ടൗണിലേക്ക് വരുന്നത് ട്രാക്ക് ചെയ്യുന്ന സമയത്ത് ആ സിഗ്നൽ കട്ടായി എന്നാണ് പറയുന്നത്. പലപ്പോഴും ഈ റേഡിയോ കോളറിൻ്റെ സിഗ്നൽ നമുക്ക് അരിക്കൊമ്പൻ്റെ കാര്യത്തിലൊക്കെ അറിയാം, കൃത്യമായി 24 മണിക്കൂറും ലഭിക്കണമെന്നില്ല. അങ്ങനെയാണ് ഈ ആന ഈ എടവക പഞ്ചായത്തിൽ ജനവാസ മേഖലയിൽ എത്തിയത് അറിയാതിരുന്നത്. ഈ റേഡിയോ കോളർ ഘടിപ്പിച്ചത് കൊണ്ട് തന്നെ ഈ ആന എന്തോ ഒരു പ്രശ്നക്കാരനാണ് എന്നുള്ള ആശങ്കയുണ്ട്. കാരണം വെറുതെ കാട്ടിലുള്ള ഒരു ആനയ്ക്ക് റേഡിയോ കോളർ ഘടിപ്പിക്കില്ല. ഒന്നുകിൽ നാട്ടിലിറങ്ങി പ്രശ്നമുണ്ടാക്കിയ ആന, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ചികിത്സ നൽകാനായി മയക്കുവെടി വെച്ച ആന, അങ്ങനെ ഏതോ രീതിയിൽ വനം വകുപ്പ് പിടികൂടിയിട്ടുള്ള ഒരു ആനയാണ്. കാരണം റേഡിയോ കോളർ ഉണ്ട്, കർണാടക വനം വകുപ്പുമായി ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ കേരള വനം വകുപ്പിനെ സംബന്ധിച്ച് ഒന്നിനും സാവകാശം ലഭിച്ചില്ല എന്നുള്ളതാണ്. രാവിലെ തന്നെ ആന ജനവാസ മേഖലയിൽ നേരെ ടൗണിലേക്ക് വരുന്നു. ആർക്കും ആകെ ഒരു അങ്കലാപ്പുണ്ടാകുന്ന സിറ്റുവേഷനാണുള്ളത്. തഹസിൽദാരും പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആനയുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നേരത്തെ നമ്മുടെ ആ ദൃശ്യങ്ങളിൽ കണ്ട സമയത്ത് ആന കൃത്യമായും മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് വഴി ടൗണിലേക്കാണ് നീങ്ങിയത്. അപ്പോൾ അവിടെ നിന്ന് വെടിപൊട്ടിച്ചോ ഒച്ചയുണ്ടാക്കിയോ ആനയെ തിരിച്ചതാണ്, അല്ലെങ്കിൽ ആന ഇപ്പോൾ നഗരമധ്യത്തിൽ എത്തിയേനെ. എന്തായാലും തൽക്കാലം കുറച്ച് ആളൊഴിഞ്ഞ ഒരു മേഖലയിലാണ് ആനയുള്ളത്. കമൽ, ഞാൻ എവിടെയപ്പോൾ ന്യൂമൻസ് കോളേജിന്റെ അടുത്താണോ? ഇത് തോട്ടത്തിൽ വിനോദാണ്, ഇടവക പഞ്ചായത്ത് മെമ്പർ. വിനോദിന്റെ വാർഡിലാണ് രാവിലെ ആന ഇറങ്ങിയത്. വിനോദാണ് നമ്മളെയൊക്കെ ഇൻഫോം ചെയ്യുന്നത്.